ഒരു വീട് വെക്കുന്ന ആൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ്, വീട് എവിടെയെല്ലാം വാട്ടർ പ്രൂഫ് ചെയ്യണം, വീട് ഏതൊക്കെ പോർഷനിലാണ് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത്, വീടിന് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് മുഴുവനായി വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. കാരണം ഒരു 8 മാസം 9 മാസത്തോളം മഴയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ വീടുകളുടെ ലൈഫിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കേരളത്തിലെ മഴ. ഈ വീടിന്റെ ലൈഫ് കുറയ്ക്കുന്ന ഒരു സംഭവമാണ് കേരളത്തിലെ മഴ. എസ്പെഷ്യലി നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പുതിയ പുതിയ ഡിസൈനുകൾ പരീക്ഷിക്കുന്ന സമയത്ത് മഴ ഇതിനെപ്പോഴും ഒരു പ്രതികൂല ഫാക്ടറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് ചെയ്യണമെങ്കിൽ വീട് മുഴുവനായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്താൽ അത്രയും നല്ലതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് തീർക്കാൻ പറ്റാതായിരിക്കും. അപ്പോൾ എവിടെയൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യണമെന്നുള്ളത് ഞാൻ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ മെയിൻ സ്ലാബ് നിർബന്ധമായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യുക. നിങ്ങളുടെ സൺഷെയ്ഡ് തൊട്ട് നിങ്ങളുടെ മെയിൻ സ്ലാബിൻ്റെ അടിവരെയുള്ള പോർഷൻ നിങ്ങൾ നിർബന്ധമായി വാട്ടർ പ്രൂഫ് ചെയ്യുക. എവിടെയൊക്കെ ജംഗ്ഷൻസ് ഉണ്ടോ അവിടെ എല്ലാം വാട്ടർ പ്രൂഫ് ചെയ്യുക. നിങ്ങളുടെ തറയ തൊട്ട് നിങ്ങളുടെ ജനലിൻ്റെ ഒരു ജനലിന് തൊട്ട് താഴെ വരെ വാട്ടർ പ്രൂഫ് ചെയ്യുക. ഇത്രയും പോർഷൻ അത്യാവശ്യം ഡാം ബ്ലോക്ക് എങ്കിലും നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇത്രയും പോർഷൻ ചെയ്താൽ തന്നെ കുറേയൊക്കെ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഈ സെയിം പ്രൊസീജിയർ നിങ്ങൾ അടുത്ത തവണ ഒരു 10 വർഷത്തിന് ശേഷം നിങ്ങൾ വീട് റീപെയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്ത ശേഷം മാത്രം പെയിൻറ്റിങ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്തരം കൂടുതൽ ടിപ്സിനെ ഫോളോ ചെയ്യുക.